ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ Athena's Enclave. ഇന്ന് ഞാനൊരു നോൺ വെജ് തോരനുമായിട്ടാണ് വന്നിട്ടുള്ളത്. വേറെ ഒന്നുമില്ല, നമ്മുടെ ചിക്കൻ കൊണ്ടൊരു തോരൻ. ചിക്കൻ തോരൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്കിപ്പോൾ നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു 1/2 kg ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് കുഞ്ഞാക്കിയിട്ട് നല്ലോണം കുഞ്ഞാക്കിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ തോരൻ അതാണ് കറക്റ്റ് ഒരു പരുവം. അത്യാവശ്യം എത്രത്തോളം ചെറുതാക്കാൻ പറ്റും അത്രയും നല്ലതാണ്. പിന്നെ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മുളക് പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ കുരുമുളക് പൊടി, പച്ചമുളക്, ഒരു അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു സവാള, പിന്നെ നാളികേരം, കുരുമുളക് പൊടി. അതുപോലെ തന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചതച്ച മുളകാണ്. മുളക് പൊടി ജസ്റ്റ് ഒന്ന് കുറച്ചൊരു കളറിന് വേണ്ടി മാത്രമേ നമ്മൾ ചേർക്കുള്ളൂ. പിന്നെ താളിക്കാനായിട്ട് കടുകും ഉഴുന്നും എടുത്തിട്ടുണ്ട്. സവാളയും പച്ചമുളകും ഞാൻ പൊടിയായിട്ട് അരിഞ്ഞെടുത്തേക്കാണ്. അപ്പോൾ ഞാൻ ചോപ്പറിലിട്ടിട്ടാണ് അരിഞ്ഞെടുത്തേക്കണേ. അപ്പോൾ നന്നായിട്ട് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു കടായി ചൂടായി വരുമ്പോൾ അത്യാവശ്യം അടികെട്ടുള്ള പാത്രം അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാത്രം എടുക്കുക. എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അത് നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ഉണ്ടല്ലോ, അത് നന്നായിട്ടൊന്ന് വാട്ടി കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് അതിലേക്ക് വേണ്ട ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ മഞ്ഞൾപ്പൊടിയുടെ ഒരു കുത്തുണ്ടല്ലോ, പച്ചമണം ഒന്ന് പോകുന്നത് വരെ ജസ്റ്റ് ഒന്നുകൂടെ വാട്ടിയതിന് ശേഷം അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതിന് പകരം നിങ്ങൾക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചിട്ടാണെങ്കിലും ഇടാം, കുഴപ്പമില്ല. ഞാനിപ്പോൾ എൻ്റെ പേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നത് കൊണ്ട് ഞാനത് യൂസ് ചെയ്തു എന്ന് മാത്രം. എന്നിട്ട് അതിൻ്റെ ആ ഒരു ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒരു മണം ഉണ്ടല്ലോ, അതൊന്ന് പച്ചമണം മാറി അതൊന്ന് സോട്ടായി വരുന്നത് വരെ നന്നായിട്ടൊന്ന് വാട്ടി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരിത്തിരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാൻ പറഞ്ഞിരുന്നു, മുളക് പൊടി നമ്മളിതിന് ജസ്റ്റ് ഒരു കളറിന് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. ബാക്കി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഫ്ലേവർ എന്ന് പറയുന്നത് കുത്തുമുളക് ഇട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ ആ മുളക് പൊടിയുടെ ഒരു പച്ചക്കുത്ത് പോയതിന് ശേഷം അതൊന്ന് വാടിയതിന് ശേഷം നമ്മളതിലേക്ക് നമ്മളുടെ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരും. കുരുമുളക് പൊടിയാണെങ്കിൽ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ മൂടി വെച്ച് ഒന്ന് വെന്ത് വന്നതിന് ശേഷമാണെങ്കിലും വെള്ളമൊക്കെ ഇറങ്ങിയതിന് ശേഷമാണെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മൂടി വയ്ക്കുന്നതിന് മുമ്പ് തന്നെ കുരുമുളക് പൊടി ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂണ് ചതച്ച് ഞാൻ പൊടിച്ചെടുത്ത കുരുമുളകാണ്, അപ്പോൾ അതാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത്. ഒരു 5-10 മിനിറ്റോളം നമ്മൾ മൂടി വെച്ച് വേവിച്ചപ്പോൾ ചിക്കനിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി. അതുപോലെ തന്നെ ആ ഒരു ഗ്രേവിയിൽ ചിക്കൻ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല പീസസൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം വെള്ളം ഒന്ന് വറ്റിച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് ചെരുകി വെച്ചിരിക്കുന്ന നാളികേരം ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് നന്നായി മിക്സപ്പ് ചെയ്തെടുക്കുമ്പോഴേക്കും ഈ ഗ്രേവിയൊക്കെ ഈ നാളികേരം വലിച്ചെടുക്കും. പൊതുവേ നമ്മൾ കടുക് കാച്ചുക അല്ലെങ്കിൽ മെഴുക്ക് പുരട്ടിക്കൊക്കെ താളിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ആദ്യമാണ് ചെയ്യുക. പക്ഷേ ഇതിന് ഞാൻ അവസാനമാണ് ചെയ്യുന്നത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് ചൂടായി വരുമ്പോൾ കടുകും കുറച്ച് ഉഴുന്നും അതുപോലെ തന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചതച്ച മുളക് ഇട്ടിട്ട് നന്നായിട്ട് കടുക് പൊട്ടി വന്നതിന് ശേഷം ചതച്ച മുളക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് കറിവേപ്പില ഇട്ടിട്ട് താളിച്ചൊഴിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു പ്രത്യേക മണമാണ്. ഈ ഒരു തോരന് പ്രത്യേക ഒരു മണമാണ് ഇത് ചെയ്ത് കഴിയുമ്പോൾ, ഇങ്ങനെ ലാസ്റ്റ് താളിക്കുമ്പോൾ. ചിക്കൻ പൊതുവെ നമ്മൾ ഭൂരിഭാഗം പേരും കറി ആയിട്ടൊക്കെയാണ് വെക്കുക. ഇതുപോലെ ഒരു പ്രാവശ്യം നിങ്ങൾ തോരനായിട്ട് വെച്ച് നോക്കുക, നല്ല ടേസ്റ്റാണ്. ഈ ചോറിന് മാത്രമല്ല, ചപ്പാത്തിൻ്റെ ഉള്ളിലൊക്കെ റോൾ ചെയ്തിട്ടൊക്കെ കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. വലിയ പണിയൊന്നുമില്ല, സിമ്പിളാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. ഇതുവരെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.